നമസ്കാരം. കമറുദ്ദീനാണ് ചെന്നൈയിൽ നിന്ന്. അതായത് എനിക്കിപ്പോൾ മൊത്തം ഭീഷണിയാണ്. എന്റെ ഫേസ്ബുക്ക് NIAക്ക് ടാഗ് ചെയ്തിട്ടുണ്ടത്രേ, അതുപോലെ തന്നെ കേരള പോലീസിന് ടാഗ് ചെയ്തിട്ടുണ്ടത്രേ, മെൻഷൻ ചെയ്തിട്ടുണ്ട്, എന്നെ ഉടനെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താണെന്ന് അറിയില്ല, അതൊക്കെ ആലോചിച്ചിട്ട് പേടിച്ചിട്ട് ഞാൻ ഇന്ന് ജോലിക്കും പോയിട്ടില്ല. വല്ലാത്തൊരു വിഷമത്തിലാണ് സുഹൃത്തുക്കളെ. എന്താ സംഭവം എന്ന് പറയട്ടെ. ഇന്നലെ ഞാനൊരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഇടുന്നതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം വേറൊന്നുമല്ല, 2 ദിവസങ്ങൾക്ക് മുന്നേ ഇന്ത്യ രാജ്യത്തിന്റെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെള്ളിയാഴ്ച ദിവസം ഒരുത്തൻ വധിക്കുമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ട് അത് മൊത്തം കേരളം മൊത്തം വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു വിഷയമായിരുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ പ്രൊഫൈലുകളിൽ മതവിദ്വേഷം മൊത്തം കുത്തി നിറച്ച് എഴുതിവിട്ട് ആകെ മൊത്തം സമാധാനം തകർന്നു ഒരു പരിധിവരെ. പക്ഷേ പ്രതി നോക്കുമ്പോൾ മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിയിലെ മിഥുൻ രാജ് എന്നാണ് ആ പ്രതിയുടെ പേര്. അതോടെ എല്ലാവരുടെയും ഈ ഊർജം അങ്ങനെ ഇല്ലാതായി, എല്ലാം കെട്ടുപോയി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയ വാക്കാണ് അമ്പലത്തിൽ തൂറിയെറിഞ്ഞ തീവ്രവാദികൾ, അതായത് നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ച തൂറിയെറിഞ്ഞ തീവ്രവാദികൾ, അവരുടെ പിന്മുറക്കാരനാണ് മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിയിലെ ആ മിഥുൻ രാജി എന്ന തീവ്രവാദി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു വൈകുന്നേരം ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റില് ഈ അമ്പലം തൂറികൾ നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദികളെ കേരളമേ കരുതിയിരിക്കുക എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടു. അമ്പലത്തിൽ മനുഷ്യ വിസർജ്യം വാരി വിതറി ഒരു സമുദായത്തെ മുൾമുനയിൽ നിർത്തിയ തീവ്രവാദികൾ മതേതര കേരളത്തിന്റെ ഐക്യത്തെ തകർക്കാൻ വേണ്ടി മനഃപൂർവ്വം കച്ചകെട്ടി ഇറങ്ങി കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ച തീവ്രവാദികളെ കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടു. അവരുടെ പിന്മുറക്കാർ പലതും കേരളത്തിൽ വാരി വിതറും. അവരെന്നെ ഫേക്ക് ഐഡിയിൽ വരും, അവരെന്നെ മൊത്തം വിളിച്ചു പറയും, എന്നിട്ട് നാടിന്റെ ഐക്യത്തെ തകർക്കാൻ ശ്രമിക്കും. അതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ഇട്ട് കുറച്ചു നേരം ഇന്ന് കാലത്ത് നേരം വെളുത്ത് നോക്കിയപ്പോൾ 1000കണക്കിന് കമന്റാണ്. അതിൽ മൊത്തം തെറിയ. ആ തെറി പറയുന്നവനെ തിരിച്ചു പറയാന്ന് വെച്ചാൽ അതൊക്കെ ദൈവങ്ങളുടെ ഫോട്ടോയും അത് മൊത്തം ലോക്കുമാണ്. എന്നിട്ട് പരമാവധി ശ്രമിച്ചു തെറി പറയാതിരിക്കാൻ, നിവൃത്തിയൊന്നുമില്ലല്ലോ. അപ്പൊ എന്റെ തന്തയ്ക്ക് വിളിക്കുമ്പോ അവന്റെ 56 തന്ത അവരുടെയൊക്കെ ഫുൾ ചരിത്രം വെച്ച് ഞാൻ കമന്റ് ഇടും. അപ്പോ ആ കമന്റിൽ കേരള പോലീസിനെ മെൻഷൻ ചെയ്യും. ഇവരുടെ പണിയാണ്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ മൊത്തം പേടിച്ചിരിക്കുക, ഞാൻ ജോലിക്ക് പോകണ്ടയോ എന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. പിന്നെ സുഹൃത്തുക്കളെ, ഞാൻ ഒരു മതത്തെയോ ഒരു വേദത്തെയോ ഒരു ഗ്രന്ഥത്തെയോ അപമാനിക്കുന്ന ആളല്ല. ഞാൻ പാലക്കാട് ജില്ലയിലെ നെന്മാറ ഗ്രാമപഞ്ചായത്തിലെ നെല്ലിപ്പാടം എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച് വളർന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇപ്പൊ ചെന്നൈയിലാണ്. അതിനു മുന്നേ കുറച്ചു വർഷം പ്രവാസത്തിലായിരുന്നു. ശ്രീ നെല്ലിക്കുളങ്ങര ഭഗവതിയുടെ വലത്തെ തട്ടകമായ നെല്ലിപ്പാടത്ത് ജനിച്ചു വളർന്നവനാണ് ഞാൻ. എല്ലാ ജാതി മത ഭേദമന്യേ എല്ലാ മനുഷ്യരും ജനറലായി ഇരിക്കുന്ന ഒരു ഏരിയയിലാണ് ജനിച്ചു വളർന്നതും ജീവിച്ചുകൊണ്ടിരുന്നതും. അങ്ങനെയുള്ള ആ നാട്ടിലെ ഒരു മകനായ ഞാൻ ഒരു മതത്തെയും ഇന്നേ വരെ മോശമാക്കി സംസാരിച്ചിട്ടില്ല. എന്നെ കുറിച്ച് അറിയുന്നവർക്ക് നല്ലപോലെ അറിയാം. സ്വന്തമായി നിങ്ങൾ അമ്പലത്തിൽ മലം പുതറുക, അതുപോലെ തന്നെ അമ്പലത്തിന്റെ മുറ്റത്ത് ഈ പോത്തിന്റെ മാടിന്റെ തലയിറത്തിടുക, രാജ്യത്ത് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ, എന്നിട്ട് കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇവരെ കുറിച്ച് ഫേസ്ബുക്കിൽ എഴുതിവിട്ടാൽ ഞാൻ തീവ്രവാദിയാകുമോ, ഞാൻ രാജ്യത്തിനെതിരെയാകുമോ? നിങ്ങൾ ആരെയാ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത്? നിങ്ങളിപ്പോ NIAക്ക് എന്റെ ഈ ഫേസ്ബുക്ക് ഈ പറയുന്ന ലിങ്കും ഈ വീഡിയോസും നിങ്ങൾ മെൻഷൻ ചെയ്താൽ ഞാൻ ഭയക്കുമോ? കേരള പോലീസിന് മെൻഷൻ ചെയ്താൽ ഞാൻ ഭയക്കുമോ? എന്താ ഇവരൊക്കെ വന്ന് എന്നെ തൂക്കിക്കൊല്ലൂ? ഞാൻ തീവ്രവാദിയാണോ? ഞാനൊരു കാര്യം ചെയ്യട്ടെ, നിങ്ങൾ ഈ ലോക്ക് ചെയ്ത പ്രൊഫൈലുള്ളവരൊക്കെ നിങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് വാ. ഞാൻ എന്റെ ഫോണും കൊണ്ട് ഞാനും പോലീസ് സ്റ്റേഷനിലേക്ക് വരാം. അവർ മൊത്തം ചെക്ക് ചെയ്യട്ടെ, മൊബൈലിലുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യട്ടെ. ഞാൻ അന്തസ്സോടെ വെളിയിൽ വരും, അപ്പോഴും നിങ്ങൾ ഉള്ളിൽ പോവും. അത്രത്തോളം വർഗീയത നിറച്ച വിഷം നിറച്ച പോസ്റ്റുകൾ നിങ്ങളുടെ മൊബൈൽ ഫോണുകളിൽ കാണും. എന്റെ മൊബൈൽ ഫോണുകളിൽ ഒരു മതത്തിനെതിരെ പറഞ്ഞ പോസ്റ്റുകളോ ഒരു മതത്തിനെതിരെ ഉണ്ടാക്കിയ പോസ്റ്റുകളോ എന്റെ മൊബൈൽ ഫോണിലില്ല. ഒരു 10,000-4,500 5,000 സ്ക്രീൻഷോട്ടുകളുണ്ട്. എന്നെ തെറി പറഞ്ഞവർ ആരൊക്കെയാണോ അവർക്കെതിരെ ഞാൻ പറഞ്ഞത് അത് മൊത്തം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ആവശ്യം വരും, ഭാവിയിൽ ഇന്നില്ലെങ്കിൽ നാളെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും എന്ന് പറഞ്ഞ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതാണ്. ഒരു മതത്തെയും ഞാൻ മോശമാക്കിയിട്ടില്ല, ഒരു വേദത്തെയും മോശമാക്കിയിട്ടില്ല, ഐക്യത്തെ തകർക്കാൻ ശ്രമിച്ചിട്ടുമില്ല. ഐക്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദികളുടെ ആ വിഷയത്തെ, ആ തീവ്രവാദികളെ കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്, പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. ഇനിയും തുടരും പ്രതികരണം. ഒരു അമ്പലത്തിനെതിരെയോ ഒരു പള്ളിക്കെതിരെയോ ഒരു ചർച്ചിനെതിരെയോ ഒരു ആചാര അനുഷ്ഠാനങ്ങൾക്കെതിരെയോ ഇന്നേ വരെ ഞാൻ എഴുതിവിട്ടിട്ടില്ല, പ്രതികരിച്ചിട്ടില്ല, പറയില്ല. എന്റെ മാതാപിതാക്കളും അതുപോലെ തന്നെ എന്റെ സമുദായവും എന്നോട് അങ്ങനെ പറയാനും പറഞ്ഞിട്ടില്ല, കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയില്ല. പിന്നെ നിങ്ങൾ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോ പേടിച്ചിട്ട് ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടുമെന്നൊന്നും ഒരിക്കലും വിചാരിക്കേണ്ട. നിങ്ങളൊക്കെ എന്ത് കമന്റ് ഇട്ടാലും എനിക്കൊരു മയിലും വരാൻ പോകുന്നില്ല, മനസ്സിലായില്ലേ?
എനിക്ക് വിഷയമേ അല്ല. ഒരു ഫേസ്ബുക്ക് പോയാൽ ഞാൻ 1000 ഫേസ്ബുക്ക് ഉണ്ടാക്കും. ഞാൻ ഫേസ്ബുക്കിലൂടെ ജീവിക്കുന്ന ഒരു മനുഷ്യനല്ല, മനസ്സിലാക്കണം. അപ്പൊ ഭീഷണിപ്പെടുത്തുമ്പോഴൊക്കെ മാന്യമായിട്ടൊക്കെ പറയുക. പിന്നെ NIAക്ക് മെൻഷൻ ചെയ്താൽ തിരിച്ച് അങ്ങോട്ടും മെൻഷൻ ചെയ്യും. നിങ്ങളെയൊക്കെ ജസ്റ്റ് ഒന്ന് പിടിച്ച് അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ആയിരിക്കും 1-ാം നമ്പർ തീവ്രവാദികൾ. ഞാനൊന്നും ആ ഗണത്തിൽപ്പെടുന്ന ആളല്ല. ഞാനൊക്കെ രാജ്യത്തിനെ സ്നേഹിക്കുന്ന വ്യക്തിയാ. രാജ്യത്തിന് വേണ്ടി പടപൊരുതി സ്വാതന്ത്ര്യം നേടിത്തന്ന പൂർവികരുടെ പിന്മുറക്കാരാണ് ഞങ്ങളൊക്കെ, മനസ്സിലായില്ലേ? ഞങ്ങളൊന്നും രാജ്യത്തെ കൂട്ടിക്കൊടുക്കാറില്ല, മനസ്സിലാക്കിയോ? അപ്പൊ ഭീഷണിയൊന്നും വേണ്ട. നിങ്ങളൊക്കെ കമന്റ് ചെയ്ത് പറഞ്ഞാൽ പേടിച്ചിട്ട് മൂലിയിരുന്നിരിക്കില്ല. ഇങ്ങനെ തന്നെയാ പറയണത്. ഒരു നാടിന്റെ, ഒരു രാജ്യത്തിന്റെ, ഒരു ജനതയുടെ പവിത്രമായ ഒരു അമ്പലത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങൾ നടക്കുന്ന ഒരു അമ്പലത്തിന്റെ, ഒരു കോടിക്കണക്കിന് ജനവിഭാഗം ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, വിശ്വസിക്കുന്ന അവരുടെ അമ്പലത്തിന്റെ മുറ്റത്ത് മലം വിതറിയെറിഞ്ഞ് ഒരു നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ചിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന തീവ്രവാദികൾക്കെതിരെയാണ് ഞാൻ പോസ്റ്റ് ചെയ്തത്. ഒരു അമ്പലത്തിനെതിരെയും പോസ്റ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ എന്തുണ്ടാക്കിയാലും ഇവിടെ ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. പിന്നെ എന്നെ തൂക്കിക്കൊല്ലാൻ വിധിക്കാനുള്ള നിയമമൊന്നുമില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ പേടിക്കൂല. നിങ്ങൾ ഇങ്ങനെ തുടരണം. നിങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിനെ നമ്മൾ ചൂണ്ടിക്കാണിക്കും. ആ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞാൻ തീവ്രവാദിയോ വർഗീയവാദിയോ മതത്തിനെതിരെ പറയുന്ന തീവ്രവാദിയാകുമോ? ഒരിക്കലും ആകില്ല. നിങ്ങൾ ശരിയല്ല. നിങ്ങളിൽ ചില ആളുകൾ, ചില വർഗീയ ഫാഷിസ്റ്റ് ചിന്താഗതിയുള്ള തീവ്രവാദികൾ ശരിയല്ലാതെ ഒരു നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഇതൊക്കെ കണ്ട് നോക്കിയിരിക്കാനൊന്നും ഞങ്ങളെ കൊണ്ട് കഴിയില്ല. ഞാൻ ഉള്ളത് ഓപ്പണായിട്ട് എഴുതി ഇവിടെ വിളിച്ചും പറയും. അത് ഏത് സമുദായത്തിൽപ്പെട്ട വിഷയമാണെങ്കിലും, എന്റെ സമുദായത്തിൽപ്പെട്ട വിഷയമാണെങ്കിലും, ഏതാണെങ്കിലും വിളിച്ചു പറയും. നാടിന്റെ സമാധാനം തകർക്കുന്ന തീവ്രവാദികൾക്കെതിരെ മരണം വരെ വിളിച്ചു പറയും, എഴുതി വിടും. നിങ്ങൾ എന്ത് വേണമെങ്കിലും, ആർക്ക് വേണമെങ്കിലും, ഏത് കേന്ദ്രത്തോടോ NIAക്ക് ഈ പറയുന്ന NIAയുടെ കൊച്ചി ബ്യൂറോ, ഡൽഹി ബ്യൂറോ, മുംബൈ ബ്യൂറോ, അതുപോലെ കേരള പോലീസ്, നിങ്ങൾ ആർക്ക് എന്റെ പോസ്റ്റ് മെൻഷൻ ചെയ്താലും എനിക്ക് വിഷയമല്ല. എന്റെ തന്തയ്ക്ക് വിളിച്ചാൽ നിന്റെയൊക്കെ 56 തന്തയ്ക്ക് വിളിച്ചിരിക്കും. അതിന് സംശയം വേണ്ട. ഇനിയും തുടരും. ഓക്കെ? അപ്പോ പേടിച്ച് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താം, പരാതി കൊടുത്ത് ഒന്നുമില്ലാതെ മൂലക്കിരുത്താം എന്നുള്ള ചിന്തയുള്ളവരോടാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. നല്ല ആളുകളുണ്ട്, നല്ല മനുഷ്യരുണ്ട്. അവരോടൊന്നുമല്ല. ഒരു മതത്തെയോ, ഒരു അമ്പലത്തെയോ, ഒരു പള്ളിയെയോ, ഒരു ചർച്ചിനെയോ മോശമാക്കാൻ വേണ്ടി ഇന്നേ വരെ ഞാൻ ചെയ്തിട്ടില്ല, വീഡിയോ ചെയ്തിട്ടില്ല, പോസ്റ്റുകൾ ഇട്ടിട്ടില്ല. ഇതിനെയൊക്കെ മോശമാക്കിയിട്ട് ഐക്യത്തെ, മതേതരത്തെ തകർക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദികളുണ്ടല്ലോ, ആ തീവ്രവാദികൾ ഇങ്ങനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ചെയ്ത തെറ്റിനെതിരെ വിരൽ ചൂണ്ടും. അത് തെറ്റാണോ? അപ്പൊ ഓക്കെ, നമുക്ക് കാണാം. ഇനിയും തുടരും. ഓക്കെ, നന്ദി, നമസ്കാരം.